നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ ബി.ജെ.പിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരുമോ? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളം ചർച്ച ചെയ്യുന്നത് ഇതുതന്നെയാണ്. ഒരർത്ഥത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ചോദ്യം ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും ശക്തമായ രീതിയിൽ കെ സുരേന്ദ്രൻ മാറണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നു. അതിനുശേഷം സുരേന്ദ്രൻ മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രചരിച്ചു. അഥവാ സുരേന്ദ്രൻ മാറുകയാണ് എങ്കിൽ പകരക്കാരൻ ആര് എന്ന ചോദ്യം അന്നു മുതൽ തന്നെ നിലനിൽക്കുകയുമാണ്. സംസ്ഥാന അധ്യക്ഷനാകാൻ താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനോട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ കെ സുരേന്ദ്രൻ തുടരാനാണ് സാധ്യതയെന്നാണ് നിലവിലെ സൂചന. മാത്രമല്ല, പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള സാധാരണ പാർട്ടി നടപടിക്രമങ്ങളൊന്നും തന്നെ സംസ്ഥാനത്ത് നടക്കുന്നുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ സംഘടനാ തലപ്പത്ത് ഇളക്കം വരുത്താതെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പാർട്ടിക്ക് ഇപ്പോഴുള്ളത്. ഈ മാസം അവസാനത്തോടെ പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്നാണ് നിലവിലെ സൂചന. ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ പകുതി സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നാണ് നിബന്ധന. പുതിയ ദേശീയ അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്ത ശേഷം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുക എന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ നിലവിൽ കെ സുരേന്ദ്രൻ അല്ല എങ്കിൽ ഒരാളുടെ പേര് മാത്രമാണ് ദേശീയ നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത്. അത് മുതിർന്ന നേതാവായ MT രമേശിനാവും നിയോഗം. സംസ്ഥാന അധ്യക്ഷനാകില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം മറ്റു നിരവധി ചുമതലകളുടെ തിരക്കിലാണ് അദ്ദേഹമുള്ളത്. എയുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 23-ാം തീയതി രാജീവ് ചന്ദ്രശേഖർ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയാണ്. ഇനി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും വിമുഖത അറിയിച്ചിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇത് പ്രകാരം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ചുമതലയാണ് മുരളീധരന് നൽകിയിരിക്കുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് മുരളീധരനോട് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഡൽഹിയിൽ താമസിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുരളീധരനെ പരിഗണിച്ചേക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രനും അണ്ണാമലയും തന്നെ സംസ്ഥാന അധ്യക്ഷന്മാരായി തുടരാനാണ് സാധ്യത എന്ന റിപ്പോർട്ടും പുറത്തുണ്ട്. കേരളത്തിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പാർട്ടിയെ നയിക്കാൻ പുതിയ ഒരാൾ വരുന്നത് ഗുണകരമാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പാർട്ടി നേതൃയോഗത്തിൽ ഉൾപ്പെടെ കെ സുരേന്ദ്രൻ തന്നെയാണ് സജീവമായി രംഗത്തുമുള്ളത്. മറ്റൊരാളെ ദേശീയ നേതൃത്വം നിശ്ചയിച്ചിരുന്നുവെങ്കിൽ ഈ സമയത്ത് തന്നെ പാർട്ടി തലപ്പത്ത് സജീവമാകില്ലായിരുന്നു എന്നും പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ട് തരത്തിൽ പ്രഖ്യാപനം നടത്താൻ കഴിയും. ഒന്ന്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ എന്നതാണ് പ്രഖ്യാപനമെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്ക് പുതിയ അധ്യക്ഷനുണ്ടാകും. മറിച്ച് കെ സുരേന്ദ്രനെ പാർട്ടിയുടെ പുതിയ അധ്യക്ഷനായി ഉപാധികളില്ലാതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെ അദ്ദേഹത്തിന് പദവിയിൽ തുടരാനും കഴിയും. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ BJPയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞുവരുന്ന സാഹചര്യം കൂടിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി തൃശൂർ ലോക്സഭാ മണ്ഡലം BJP കൈയടക്കിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ സീറ്റും BJP പിടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ലക്ഷ്യമെന്നത് ഒന്നിൽ നിന്ന് അത് വലിയ സംഖ്യയിലേക്ക് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. BJPയെ സംബന്ധിച്ച് ഏതാനും ചില ജില്ലകളും മണ്ഡലങ്ങളും പരിഗണനയിലുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. മാത്രമല്ല, കേരളത്തിൽ BJPയുടെ അജണ്ട എന്നത് ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം തന്നെയാണ്. ആ ലക്ഷ്യത്തിലെത്താൻ BJPക്ക് 40% സാധിച്ചു എന്നുള്ളത് കാസ് പോലുള്ള സംഘടനകളുടെ രൂപീകരണവും അത് NDAക്ക് നൽകുന്ന പിന്തുണയും കാണിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ ക്രൈസ്തവ വോട്ട് ബാങ്കുകളെല്ലാം തന്നെ BJPയിലേക്ക് ആകൃഷ്ടരായി കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിലെ മറ്റ് പ്രധാന മുന്നണികളെ അത് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും UDFനെ സംബന്ധിച്ച് UDFന്റെ ശക്തി എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ്. ആ വോട്ടിലുണ്ടാകുന്ന വിള്ളൽ ഒരുപക്ഷെ അത് UDFന് കനത്ത തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ തെക്കൻ കേരളത്തിലെ വലിയൊരു പങ്ക് ക്രൈസ്തവ വോട്ടുകളും പിന്തുണയ്ക്കുന്നത് UDFനാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ അതേസമയം BJPയെ സംബന്ധിച്ച് തെക്കൻ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുടനീളം പ്രകടമായിരുന്നു. PC ജോർജ് ആണെങ്കിലും ജോർജ് കുര്യനാണെങ്കിലും അനിൽ ആന്റണി ആണെങ്കിലും ഇവരെല്ലാം തന്നെ പ്രചാരകരായി BJPക്ക് ഉള്ളിടത്തോളം കാലം തന്നെ ഇതെല്ലാം തന്നെ നിഷ്പ്രയാസം BJPക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
എന്തു തന്നെയാണെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് 3 മുന്നണികൾക്കും ഏറെ നിർണായകമാണ്. സ്വാഭാവികമായും ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിക്കകത്ത് വലിയ തരത്തിലുള്ള വിള്ളൽ നിലനിൽക്കുന്നത് അഥവാ ആഭ്യന്തര കലഹം നിലനിൽക്കുന്നത് അത് പാർട്ടി അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സുരേന്ദ്രന്റെ ഇഷ്ടത്തിന് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നു എന്ന വലിയൊരു ആവലാതി യഥാർത്ഥത്തിൽ പാർട്ടിക്ക് അകത്തുണ്ട് എന്നുള്ളതാണ്. ഈ ആവലാതി പലപ്പോഴായി പല ഘട്ടങ്ങളിലായി പുറത്ത് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം ഉണ്ടാവുകയാണ് എങ്കിൽ അത് വീണ്ടും പാർട്ടിയിലെ തമ്മിൽ തന്നെ അല്ലെങ്കിൽ ആഭ്യന്തര കലഹമെല്ലാം തന്നെ പുറത്തു വരാനുള്ള കാരണവുമാകും. ഇനി അഥവാ സുരേന്ദ്രൻ തന്നെ തുടരുകയാണ് എങ്കിൽ അത് ഒരു അനുനയത്തിലൂടെ മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ ബി.ജെ.പിക്ക് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നതും ശ്രദ്ധേയം തന്നെയാണ്.